ഹലോ ഓൾ, PSC ടേണിംഗ് പോയിൻ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഭിന്നശേഷിക്കാരെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കാൻ സഹായിക്കുന്നതിനായി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വികസിപ്പിച്ചെടുത്ത ആപ്പ്. ഉത്തരം ഓപ്ഷൻ എ ആണ് സാക്ഷം. അപ്പോൾ ഭിന്നശേഷിക്കാരെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കാൻ സഹായിക്കുന്നതിനായി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വികസിപ്പിച്ചെടുത്ത ആപ്പാണ് സാക്ഷം. അപ്പോൾ സാക്ഷം എന്ന ആപ്പാണ് ഭിന്നശേഷിക്കാരെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കാൻ സഹായിക്കുന്നതിനായി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വികസിപ്പിച്ചെടുത്ത ആപ്പ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2023-24 ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം. ഉത്തരം ഓപ്ഷൻ എ ആണ് ഒഡീഷ FC. 2023-24 ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് ഒഡീഷ FC ആണ്. അപ്പോൾ ഒഡീഷ FC ആണ് 2023-24 ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത്. അപ്പോൾ 2023-24 ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഉത്തരം ഒഡീഷ FC. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല. ഉത്തരം ഓപ്ഷൻ ബി ആണ് കണ്ണൂർ. അപ്പോൾ അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കണ്ണൂരാണ്. അപ്പോൾ കണ്ണൂരാണ് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല. അപ്പോൾ അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? ഉത്തരം കണ്ണൂരാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ഏത് പ്രതിരോധ സേനയുടെ 10 ദിവസത്തെ അഭ്യാസമാണ് ഗഗൻ ശക്തി 2024? ഉത്തരം ഓപ്ഷൻ സി ആണ് ഇന്ത്യൻ എയർഫോഴ്സ്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ 10 ദിവസത്തെ അഭ്യാസമാണ് ഗഗൻ ശക്തി 2024. അപ്പോൾ ഗഗൻ ശക്തി 2024 എന്നത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ 10 ദിവസത്തെ അഭ്യാസമാണ്. ഇന്ത്യയുടെ ഏത് പ്രതിരോധ സേനയുടെ 10 ദിവസത്തെ അഭ്യാസമാണ് ഗഗൻ ശക്തി 2024? ഉത്തരം ഇന്ത്യൻ എയർഫോഴ്സ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തിടെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയ പോപ്പോകാറ്റപ്പറ്റിൽ അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് മെക്സിക്കോ. അടുത്തിടെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയ പോപ്പോകാറ്റപ്പറ്റിൽ അഗ്നിപർവ്വതം മെക്സിക്കോയിലെയാണ്. അപ്പോൾ മെക്സിക്കോയിലെ പോപ്പോകാറ്റപ്പറ്റിൽ അഗ്നിപർവ്വതമാണ് അടുത്തിടെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അടുത്തിടെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയ പോപ്പോകാറ്റപ്പറ്റിൽ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് മെക്സിക്കോയിലാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് സദാനന്ദ് ദത്തെ. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത് സദാനന്ദ് ദത്തയാണ്. അപ്പോൾ സദാനന്ദ് ദത്തയാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ്? ഉത്തരം സദാനന്ദ് ദത്തെ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച ഓർഡർ ഓഫ് ദ ഡ്രുക് ഗ്യാൽപോ ഏതു രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ കീർത്തിമുദ്രയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് ഭൂട്ടാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച ഓർഡർ ഓഫ് ദ ഡ്രുക് ഗ്യാൽപോ ഭൂട്ടാൻ്റെ പരമോന്നത സിവിലിയൻ കീർത്തിമുദ്രയാണ്. അപ്പോൾ ഭൂട്ടാൻ്റെ പരമോന്നത സിവിലിയൻ കീർത്തിമുദ്രയായ ഓർഡർ ഓഫ് ദ ഡ്രുക് ഗ്യാൽപോ പ്രധാനമന്ത്രി മോദിക്ക് ലഭിച്ചു. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച ഓർഡർ ഓഫ് ദ ഡ്രുക് ഗ്യാൽപോ ഭൂട്ടാൻ്റെ പരമോന്നത സിവിലിയൻ കീർത്തിമുദ്രയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മഹാരാഷ്ട്ര സർക്കാർ അഹമ്മദ് നഗർ ജില്ലയെ ഏതു പേരിലാണ് പുനർനാമകരണം ചെയ്തത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് അഹില്യ നഗർ. മഹാരാഷ്ട്ര സർക്കാർ അഹമ്മദ് നഗർ ജില്ലയെ അഹല്യ നഗർ എന്ന നാമത്തിലാണ് പുനർനാമകരണം ചെയ്തത്. അപ്പോൾ മഹാരാഷ്ട്ര സർക്കാർ അഹമ്മദ് നഗർ ജില്ലയെ ഏതു പേരിലാണ് പുനർനാമകരണം ചെയ്തത്? ഉത്തരം അഹല്യ നഗർ. അപ്പോൾ അഹല്യ നഗർ എന്ന പേരിലേക്കാണ് മഹാരാഷ്ട്ര സർക്കാർ അഹമ്മദ് നഗറിനെ പുനർനാമകരണം ചെയ്തത്. അടുത്ത ചോദ്യം നോക്കാം. സംസ്ഥാന തലത്തിൽ ജലവിഭവ ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ എ ആണ് രാജസ്ഥാൻ. അപ്പോൾ സംസ്ഥാന തലത്തിൽ ജലവിഭവ ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ്.
അപ്പോൾ രാജസ്ഥാനാണ് സംസ്ഥാന തലത്തിൽ ജലവിഭവ ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. സംസ്ഥാന തലത്തിൽ ജലവിഭവ ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തരം രാജസ്ഥാനാണ്. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയാകുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ് കൊട്ടാരക്കര. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയാകുന്നത് കൊട്ടാരക്കരയാണ്. അപ്പോൾ കൊട്ടാരക്കരയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ ആകുന്നത്. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയാകുന്നത് കൊട്ടാരക്കരയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കലാമണ്ഡലം കേശവദേവ് ഏതു കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ് കഥകളി. കലാമണ്ഡലം കേശവദേവ് കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കഥകളിയുമായി ബന്ധപ്പെട്ട കലാകാരനാണ് കലാമണ്ഡലം കേശവദേവ്. കലാമണ്ഡലം കേശവദേവ് ഏതു കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കഥകളിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2023 ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ റിപ്പോർട്ട് അനുസരിച്ച് കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക്? ഉത്തരം ഓപ്ഷൻ എ ആണ് 93. 2023 ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ റിപ്പോർട്ട് അനുസരിച്ച് കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 93 ആണ്. അപ്പോൾ 2023 ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ റിപ്പോർട്ട് അനുസരിച്ച് കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 93 ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 50-ലധികം ജീവനക്കാർ ജോലി ചെയ്യുന്ന സർക്കാർ പൊതുമേഖലാ ഓഫീസുകളോട് ചേർന്ന് കുട്ടികളെ പരിചരിക്കാൻ ശിശുപരിപാലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതി? ഉത്തരം ഓപ്ഷൻ സി ആണ് ക്രഷ്. 50-ലധികം ജീവനക്കാർ ജോലി ചെയ്യുന്ന സർക്കാർ പൊതുമേഖലാ ഓഫീസുകളോട് ചേർന്ന് കുട്ടികളെ പരിചരിക്കാൻ ശിശുപരിപാലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് ക്രഷ്. അപ്പോൾ ക്രഷ് എന്ന പദ്ധതിയിലൂടെ 50-ലധികം ജീവനക്കാർ ജോലി ചെയ്യുന്ന സർക്കാർ പൊതുമേഖലാ ഓഫീസുകളോട് ചേർന്ന് കുട്ടികളെ പരിചരിക്കാൻ ശിശുപരിപാലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നു. അപ്പോൾ 50-ലധികം ജീവനക്കാർ ജോലി ചെയ്യുന്ന സർക്കാർ പൊതുമേഖലാ ഓഫീസുകളോട് ചേർന്ന് കുട്ടികളെ പരിചരിക്കാൻ ശിശുപരിപാലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ പേര് ക്രഷ് എന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. 2024 ആബേൽ പുരസ്കാരം നേടിയതാര്? ഉത്തരം ഓപ്ഷൻ ബി ആണ് മിച്ചൽ ടെലഗ്രാൻഡ്. 2024 ആബേൽ പുരസ്കാരം ലഭിച്ചത് മിച്ചൽ ടെലഗ്രാൻഡിനാണ്. അപ്പോൾ മിച്ചൽ ടെലഗ്രാൻഡാണ് 2024 ആബേൽ പുരസ്കാരം നേടിയത്. 2024 ആബേൽ പുരസ്കാരം നേടിയത് മിച്ചൽ ടെലഗ്രാൻഡാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. പ്രശസ്ത ചിത്രകാരൻ എ രാമചന്ദ്രൻ്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല? ഉത്തരം ഓപ്ഷൻ എ ആണ് കൊല്ലം. പ്രശസ്ത ചിത്രകാരൻ എ രാമചന്ദ്രൻ്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള മ്യൂസിയം നിലവിൽ വരുന്നത് കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ കൊല്ലം ജില്ലയിലാണ് പ്രശസ്ത ചിത്രകാരൻ എ രാമചന്ദ്രൻ്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള മ്യൂസിയം നിലവിൽ വരുന്നത്. അപ്പോൾ പ്രശസ്ത ചിത്രകാരൻ എ രാമചന്ദ്രൻ്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള മ്യൂസിയം നിലവിൽ വരുന്നത് കൊല്ലം ജില്ലയിലാണ്. അടുത്ത ചോദ്യം. 2024 ഇൻ്റർനാഷണൽ സർഫിംഗ് ഫെസ്റ്റിവലിന് വേദിയായ സ്ഥലം? ഉത്തരം ഓപ്ഷൻ ബി ആണ് വർക്കല. വർക്കലയാണ് 2024 ഇൻ്റർനാഷണൽ സർഫിംഗ് ഫെസ്റ്റിവലിന് വേദിയായത്. അപ്പോൾ 2024 ഇൻ്റർനാഷണൽ സർഫിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദി വർക്കലയായിരുന്നു. അപ്പോൾ വർക്കലയായിരുന്നു 2024 ഇൻ്റർനാഷണൽ സർഫിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ എ ആണ് എം കെ സാനു. എം കെ സാനുവിനാണ് സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത്. സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത് എം കെ സാനുവിനാണ്. എം കെ സാനുവിനാണ് സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തിടെ GI ടാഗ് അനുവദിച്ച റിസ ഏത് സംസ്ഥാനത്തിൻ്റെ ഗോത്രവസ്ത്രമാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് ത്രിപുര. അപ്പോൾ ത്രിപുരയിലെ ഗോത്രവസ്ത്രമാണ് റിസ.
അടുത്തിടെ GI ടാഗ് അനുവദിച്ച റിസ ത്രിപുരയുടെ ഗോത്രവസ്ത്രമാണ്. അപ്പോൾ ത്രിപുരയുടെ ഗോത്രവസ്ത്രമായ റിസയ്ക്ക് GI ടാഗ് അനുവദിച്ചിരുന്നു അടുത്തിടെ. അപ്പോൾ അടുത്തിടെ GI ടാഗ് ലഭിച്ച റിസ ത്രിപുരയുടെ ഗോത്രവസ്ത്രമാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ച സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ സി ആണ്, ബീഹാർ. ഇന്ത്യയിലെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചത് ബീഹാറിലാണ്. അപ്പോൾ ബീഹാറിലാണ് ഇന്ത്യയിലെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ബീഹാറിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ച സംസ്ഥാനം ഏത് എന്നതിൻ്റെ ഉത്തരം ബീഹാറാണ്. അടുത്ത ചോദ്യം. 2024 G7 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇറ്റലി. 2024 G7 ഉച്ചകോടിയുടെ വേദി ഇറ്റലിയായിരുന്നു. അപ്പോൾ ഇറ്റലിയാണ് 2024 G7 ഉച്ചകോടിയുടെ വേദി. അപ്പോൾ 2024 G7 ഉച്ചകോടിയുടെ വേദി ഇറ്റലിയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.